ആസ്വദിക്കാൻ പോയ ഞങ്ങളുടെ അവസ്ഥയൊന്നും നോക്കി. ബോട്ടുകളെല്ലാം നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഈ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ബസ്സുകളൊക്കെ നിർത്തിയിട്ട പോലെ ഞങ്ങൾ കിടക്കുകയാണ് എല്ലാവരും. ഞങ്ങൾ ഇതും കൊണ്ട് കുറച്ച് ആസ്വദിച്ച് നിന്നു. എന്തായാലും ഒരുമിച്ച് നിൽക്കുമ്പോൾ എല്ലാത്തിനും ഒരു ഭംഗിയാണല്ലോ. ആ ഒരു ഭംഗി ഇവിടെയും കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. പരുന്തല്ലോ അല്ല, നോക്ക്, അത് അതിന് പീലിണ്ട്. അത് മയിലല്ലേ? കാണുന്നുണ്ടോ മയിലിനെ? ബാക്കിയുള്ളതൊക്കെ ആ പീലി ഇല്ലാത്ത മയിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് മാത്രം പീലി ഉള്ളതാണ്. എന്തായാലും മഴയത്ത് നമ്മുടെ ചാലിയം ബീച്ചൊന്ന് കാണാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ മഴ കുറഞ്ഞ തോതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴും കടലിനെ ആസ്വദിക്കാൻ വേണ്ടി കുറച്ച് പേരെങ്കിലും വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ആദ്യം ഞാൻ ഇതെന്താ ഈ പൊന്തി കളിക്കുന്നതെന്നാണ് കേട്ടോ വിചാരിച്ചത്. കാരണം ദൂരെ നിന്ന് കാണുമ്പോൾ തലയുടെ ആ കറുപ്പ് നിറം മാത്രമേ കാണുന്നുള്ളൂ. അടുത്തേക്ക് വന്ന് നോക്കിയപ്പോഴാണ് അതൊരു മനുഷ്യനാണെന്ന് മനസ്സിലായത്. വേറെ ഒന്നുമല്ല, അയാളുടെ കയ്യിൽ വലയുടെ ഒരു തുമ്പ് അവരുടെ കയ്യിലുണ്ട്, ബാക്കി ഭാഗം അപ്പുറത്തുമാണ്. അപ്പോൾ ഈ വലയെ മെല്ലെ 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 കരയിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ആൾ. എന്തായാലും അവർ ചെയ്യുന്ന അധ്വാനം എന്ന് പറയുന്നത് കുറച്ചൊന്നുമല്ല കേട്ടോ. നമുക്കാർക്കും സാധിക്കില്ല. ഈ തിര ഉയർന്നു വരുമ്പോൾ അതിനോടൊപ്പം ഉയരുകയും താഴുകയും ചെയ്യാനും ചിലപ്പോഴെല്ലാം ആളെ കാണുന്ന പോലുമില്ല. മുങ്ങാങ്കുഴിയിട്ട് ഇടയ്ക്ക് മാത്രം പൊന്തി വരാനും അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അവർ ഈ വലയെ പുറത്തേക്ക് എടുത്ത് ഇവിടെ കൊണ്ടുവന്നത് കേട്ടോ. പക്ഷേ മഴ ആയതുകൊണ്ട് ആണെന്ന് തോന്നുന്നു അവർ വിചാരിച്ച കോളൊന്നും നമ്മുടെ വലയിൽ തടഞ്ഞിട്ടില്ലായിരുന്നു. അത് ഓരോന്നിനെയും എടുക്കുന്നത് ഞങ്ങൾ നോക്കിയിരുന്നു. ഞങ്ങൾ മാത്രമല്ല, അവിടെ കുറച്ച് പേര് വന്നവരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു ആ ദൃശ്യം കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് മുങ്ങാങ്കുഴി ഇട്ട ആൾ വന്നിട്ട് ചൊറിഞ്ഞിരിക്കുന്നത് കണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു ചൊറിയൻ എന്നോ എന്തോ ഒരു പേര് പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാമ്പേഴ്സിൻ്റെയൊക്കെ ഉള്ളിലുണ്ടാകുന്ന ഒരു വഴുവഴുത്ത ഒരു സാധനം ഉണ്ടല്ലോ, അതേപോലെയുള്ള ഒരു റൗണ്ട് സാധനമാണ് കേട്ടോ. അത് നമ്മുടെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ചൊറിയാണത്രേ. എന്നിട്ട് ഈ മനുഷ്യൻ അവിടെ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും അയാൾ വെള്ളത്തിലേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്, ചൊറിഞ്ഞിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട്. അവരിതിനെ എടുത്തിട്ട് വലിച്ചെറിയുന്നുമുണ്ട് കേട്ടോ. വീണ്ടും പുറത്തേക്ക് വലിച്ചെറിയുന്നതുമായിട്ട് കണ്ടു. പിന്നെ അവിടുന്ന് തിരിച്ചപ്പോഴാണ് ഞങ്ങൾ ഒരു കാഴ്ച കണ്ടത്. വേറെ ഒന്നല്ല, ഒരു വലിയ ബോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ബോട്ടിനോട് ചേർന്ന് ഒരു കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ പോയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പെട്ടികളെടുത്ത് മാറ്റുകയാണ്. സ്വർണ്ണപ്പെട്ടിയൊന്നുമല്ല, പക്ഷേ സ്വർണ്ണത്തിന് പോലെ വിലയുള്ള നമ്മുടെ മീനുകളുള്ള പെട്ടിയായിരുന്നു അവർ കൈമാറിക്കൊണ്ടിരുന്നത്. കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് ഹാർബർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ അവിടെ പോയിട്ടില്ലല്ലോ, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഇതിൻ്റെ ആവേശത്തോടു കൂടി ചെയ്താൽ എത്ര രസകരമാണ് എന്നുള്ളത് കാഴ്ചയാണ്. അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ മീൻ കൊട്ടയല്ല, മീനിൻ്റെ അത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ, അതും എടുത്തിട്ട് ഓടുന്നതും പോകുന്നതും. അത് മാത്രമല്ല, ലേലം വിളി എന്ന് പറഞ്ഞാൽ അതിലും വലിയ രസകരമായ കാര്യമാണ്. ഒരാൾ ഞാൻ ആദ്യം വിചാരിച്ചു ചെറിയ വിലയിൽ നിന്ന് എങ്ങനെ അവർ ഇതിനൊക്കെ ഉണ്ടാവുകയെന്ന് വെച്ചിട്ട് ഈ 6000, 7000, 13, 14 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അവസാനം കുറേ നേരം ഞാൻ അവർക്കിടയിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. എങ്കിലും ഞാനത് ആസ്വദിക്കുകയാണ്. എല്ലാവരും എൻ്റെ പുരുഷന്മാരാണ്, എങ്കിലും ഞാൻ അവരുടെ കാഴ്ചകളെ ആസ്വദിച്ചായിരുന്നു. അവരുടെ കാഴ്ചകളെയും പ്രകൃതി കാഴ്ചകളെയും നോക്കി നോക്കുന്നത്. അപ്പോഴാണ് ഒരു ചേട്ടൻ ചോദിച്ചത് എന്താണ് മീൻ വേണോ എന്ന് ചോദിച്ചത്. അപ്പോൾ ആ ചുവന്ന മീനിൽ എനിക്ക് അത്
അത് എങ്ങനെ തരുന്നത് മാത്രമല്ല അതിങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വിധം വരെ അവർ പറഞ്ഞു തന്നു. അതുമാത്രമല്ല അതിൻ്റെ പേരെന്താണെന്ന് ഞാൻ ചോദിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു തന്നെ എന്താണ്, ഒരു സിനിമാ നടിയെ പോലെയാണ് ഇതിന് പറയാറുള്ളത്. പല നാട്ടിൽ പല പേരാണ്. ഇതിൻ്റെ പേര് ഉണ്ണിമേരിയാണല്ലോ. ഉണ്ണിമേരിയുടെ കണ്ണാണ് ഇതിന് സിനിമ നടിക്കുന്നത്. അപ്പം ഇത് ഉണ്ണിമേരിയാണ് കേട്ടോ. ഉണ്ണിമേരിന്ന് എന്തായാലും വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല, നോക്കട്ടെ എന്ത് ചെയ്യും. അങ്ങനെ ചാലിയം കടപ്പുറത്ത് വന്നിട്ട് വെറും കൈയോടെ അല്ല ഞാൻ പോയിരിക്കുന്നത്. എനിക്ക് മാച്ചായ ഇത് ഇറക്കുമ്പോഴേ എൻ്റെ ഒരു കണ്ണ് ഇതിലുണ്ടായിരുന്നു. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. എന്തായാലും അവസാനം ഞങ്ങളിത് വാങ്ങിയിരിക്കുന്നു. നല്ല ഫ്രഷായിട്ട് ഇപ്പോൾ പിടിച്ചു കൊണ്ടുവന്ന സാധനത്തിൽ ഇങ്ങനെ കയ്യോടെ കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അത് എനിക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പല ഉത്തരങ്ങളാണ് കിട്ടിയത്. ഉണ്ണിമേരി എന്നാണ് പറഞ്ഞത്. നോക്കി ഇതിൻ്റെ കണ്ണ് കണ്ടോ, നമ്മുടെ പണ്ടത്തെ സിനിമ നടി ഉണ്ണിമേരിയുടെ കണ്ണ് പോലെ ഉള്ളതുകൊണ്ട് ഇത് ഉണ്ണിമേരിയാണെന്നും പറയുന്നുണ്ട്. ഉണ്ണിമേരി കേൾക്കുന്നുണ്ടെങ്കിൽ, കുടുംബക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക. നിങ്ങളുടെ കണ്ണിനെ ഞങ്ങളെപ്പോഴും ആദരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് ആൾ എൻ്റെ കൂടെ ഉണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. അത്യാവശ്യം മഴയും പെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ ഇത് എന്ത് ചെയ്യുമെന്ന് കാണിച്ചു തരാം കേട്ടോ. അതേമാതിരി ഈ സൈഡിൽ പിന്നെ ഇവിടെ ഇങ്ങനെ ഇടാറില്ല, ഇവിടെ വൃത്തിയെടുക്കുക. പക്ഷെ ഇത് രണ്ട് ചെറുക്കണോട്ടോ. അത് ഇവിടെ ഞാനിത് കണ്ടപ്പോൾ ഓര പോലെയാണെന്ന് വിചാരിച്ചു. ഓര പോലെ അല്ലല്ലേ, ഓര നമ്മൾ ചെറുമ്പൽ പൊക്ക മാത്രമേ ഇതങ്ങനല്ല, ഇതല്ല തൊലിയായിട്ടുള്ള പറിച്ചല്ലേ. കത്തിക്ക് അത്യാവശ്യം വെച്ചു. ശരി, ഇന്ന പ്രശ്നം. പിന്നെ രാവിലെ മഴ ദിവസം എന്ന് പറഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മഴയുണ്ടെങ്കിലും ഞങ്ങൾ ചായയൊക്കെ എത്തിയപ്പോൾ മഴയൊക്കെ നിന്ന് അത്യാവശ്യം വെയിലടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തിനു പോകുന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു രസമായിട്ട് തോന്നിയത് ആദ്യം നമ്മൾ ചായയൊക്കെ നമ്മുടെ ഹാർബറിൽ പോയി മീൻ ഇറക്കുന്ന രണ്ട് ലേലങ്കിലെയൊക്കെ കണ്ട് അണ്ട നിൽക്കുന്നുണ്ട് കേട്ടോ. കാണാത്തൊരു കാഴ്ചയാണല്ലോ. പക്ഷേ അവിടുന്ന് മീൻ കിട്ടി സന്തോഷ തിരുമഴ എന്നൊക്കെ പറയുന്ന പോലെ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ തന്നെ മഴ പെയ്തു. ഇപ്പോൾ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ സമയം 1 മണിയായിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് കുഞ്ഞ് കടയാണ്. പക്ഷേ അവിടെ നെയ്ച്ചോറുണ്ട്, അതുപോലെ ചോറുണ്ട്. ഞാൻ നെയ്ച്ചോറ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. പുറത്ത് നല്ല മഴ, ചൂടുള്ള നെയ്ച്ചോറ്, ചിക്കൻ കറി, സൂപ്പറിലാണ്. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. കണ്ടിട്ട് തന്നെ ടേസ്റ്റും സൂപ്പറാണ് കേട്ടോ നെയ്ച്ചോറ്. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. ഇനി അവർ തന്ന മീനിനെ നമുക്ക് വെട്ടി നുറുക്കി ശാപ്പാടാക്കി മാറ്റണം. അതാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി ഇനി കാണാം. ബൈ.